ആ മക്കളെ, മുത്തശ്ശിനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ടൊക്കെ പറഞ്ഞൊരു കള്ളന്മാർ ഇപ്പൊ ആദ്യം തുടങ്ങിയിട്ട് ഒരിടയ്ക്ക് ഒന്ന് നിന്നിരുന്നു കള്ളന്മാര് തിരക്കൊക്കെ. പണ്ടൊക്കെ പൂരക്കാലത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നിട്ട് അവര് ഫോട്ടോ അടക്കം കൊടുക്കും. നാടോടികളെ നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ട് 10-15 ആൾക്കാരെ ഫോട്ടോ ഞാൻ നല്ല തിരക്കുണ്ടാവും. അപ്പൊ അവര് പകലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഭക്ഷണം തരുമോ, കഞ്ഞി ചായ ഉണ്ടോ കഞ്ഞി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ പണ്ടത്തെ കാലം പഴയത് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ സാരി ഉണ്ടോ, പഴയ സാരി ചിലപ്പോ പഴയത് നമ്മൾ കൊടുത്താൽ അവർക്ക് ചിലപ്പോ കിട്ടില്ല. എന്നിട്ട് അവരത് അടുത്ത് പോണവരുണ്ട്. അതിന് പൈസ നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോ ചിലർക്ക് ചില്ലറ പൈസ ഒന്നും അവർ എടുക്കില്ല. അങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ ആയിട്ട് മാറിയിട്ട് ഞാനിപ്പോഴും ആദ്യം കള്ളന്മാരെ തിരക്കൊക്കെ കുറച്ചിട്ടുണ്ട്. ചിലവരത് മാത്രല്ലേ വീടുകളൊക്കെ കണ്ടുപിടിക്കില്ല. രാത്രിയാകുമ്പോഴാണ് പിന്നെ പിന്നെ ന്യൂസിലും കാണാണ്ട്. അതെ, നമ്മള് ഇന്നലെ ഞങ്ങൾക്ക് ന്യൂസിൽ ഇപ്പൊ അധികം അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ. അപ്പൊ നമ്മള് നല്ല ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. കൊറേ ഇപ്പൊ ഞാനുണ്ടായിരുന്നത് വാതില് അടച്ചാലും പിന്നെയും തോന്നും അടച്ചിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ആദ്യം നോക്കും പൂട്ടിയിട്ട്. എപ്പോഴും ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോ നാമം ചെല്ലാനൊക്കെ ഇരിക്കുമ്പോ റൂമിലെ ഇരിക്കുക. റൂമിലിരുന്ന് വായിക്കുന്ന നേരത്തെ ഇനി വല്ലവരും ചിലപ്പോ അമ്മായി ചിലപ്പോ നാട്ടിൽ പോയ സമയമാവും. പിന്നെ കുട്ടി ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ മകനാണെങ്കിൽ അമ്പലത്തിൽ പോയി ഉണ്ടാവും. അപ്പൊ വരുമ്പോ ഒറ്റയ്ക്കാകുമ്പോ എപ്പോഴാ കേറി കൂടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പൂട്ടിയിട്ടേ ഇരിക്കാറുള്ളൂ. മറ്റുമ്പോ വെറുതെ കുറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പെട്ടെന്ന് കേറി. പിന്നെ കിടക്കാൻ നേരത്തെ മുത്തശ്ശി ഇങ്ങോട്ട് വരും. പിന്നെ ഭക്ഷണമൊക്കെ മുത്തശ്ശി ഇവിടുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പകല് ചിലപ്പോ അവിടെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴൊക്കെ വായിക്കാനിരിക്കുമ്പോ നമ്മളതിലേക്ക് ശ്രദ്ധ പോകും. പണിയെടുക്കാറുണ്ട് മുത്തശ്ശി ഇങ്ങനെ എന്താണ് അല്ലാതെ ഇപ്പൊ ഇവിടെ പുറത്ത് പുല്ല് പറിക്കാനും അതിനൊക്കെ ആകുമ്പോ കുറച്ച് ദൂരം പോണ്ടേ. അങ്ങനെ ദൂരത്തേക്ക് കുറച്ച് മുന്നിക്ക് നീങ്ങി പോകുമ്പോ ഇവിടെ വാതിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ അല്ലേ പോവാ. നീ മുത്തശ്ശിയുടെ അനുഭവം പറഞ്ഞോളൂ, കള്ളം കയറിയ അനുഭവം. അമ്മാവനെ അമ്മാവനെ 6 മാസമായിട്ടുള്ളൂ. ഇപ്പൊ അമ്മാവന് 41 വയസ്സായിട്ടോ. 40 കൊല്ലം മുന്നുള്ള സംഭവമാണ്. അതെന്താ വെച്ചാ പിന്നെ കുഞ്ഞുമുത്തശ്ശി ഇല്ലേ, എന്റെ അനിയത്തി ലേബൊക്കെ നടത്തുന്ന കാരണം. അപ്പൊ ഞങ്ങളെല്ലാരും ഒന്നിച്ചാണ്. തറവാട്ടിലാണ് അന്ന് താമസം. അന്ന് തറവാട് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. നമ്മള് വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ. അവിടെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാരും ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. 4-5 ആൾക്കാർ റൂമിലാണ് ഇന്ന് കിടക്കുന്നത്. പിന്നെ അമ്മാമൻ ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. പിന്നെ അമ്മായി അവരെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഏട്ടനും വേറെ റൂമിലും കിടക്കുന്നുണ്ട്. അന്ന് പ്രശാന്തിന് 6 മാസമൊക്കെ ആയപ്പോ മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു 3 ദിവസം 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചക്ഷൻ രാവിലെ എടുത്തു, രാത്രി പിന്നെ ഇത്ര സമയം കൂടുമ്പോൾ എടുക്കണം, 3-4 മണിക്കൂർ കൂടുമ്പോൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കാറ്. അപ്പോൾ ലേബർ ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നതും. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു എത്ര സമയം കഴിഞ്ഞ് പിന്നെ രാത്രി 12 മണിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട്. അപ്പോൾ രാത്രി 12 മണിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അപ്പോൾ എന്താ വെച്ചാൽ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും. അപ്പോൾ മുത്തശ്ശനാണ് വെച്ചാൽ എൻ്റെ അച്ഛൻ വന്ന് ഇടയ്ക്ക് അന്വേഷിക്കും, പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ, അവന് കുറവുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശൻ എന്താ ചെയ്യുക, വേഗം വരാൻ വേണ്ടി പൂമുഖത്താ കിടക്കുക. പൂമുഖത്ത് കിടന്നിട്ട് പിന്നെ റൂമുണ്ടെങ്കിലും പൂമുഖത്ത് കിടക്കാൻ അതാണ് ഇഷ്ടം. അപ്പോൾ അവന് വാതിൽ കുറ്റിയൊക്കെ ഇട്ടിട്ടാണ് കിടന്നിരുന്നത്. പക്ഷെ എങ്ങനെയാണെന്താ അറിയില്ല. അപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത് അറിയോ, അച്ഛൻ അന്വേഷിക്കാൻ വരികയാണ് മകൻ എങ്ങനെയുണ്ടെന്ന്, പ്രശാന്തിന് എങ്ങനെയുണ്ട് അസുഖം അന്വേഷിക്കാൻ വരികയാണ് വിചാരിച്ച് ഞാൻ ലൈറ്റ് ഇട്ടിട്ടാ കിടക്കണത്. പിന്നെ അല്ലമ്മേ അതിന്റെ മുമ്പേ ഒരു തൊഴുത്തുനിന്ന് അന്ന് തൊഴുത്തൊക്കെ ഉണ്ട്, പശുവിന്റെ എന്തോ ശബ്ദം കേൾക്കിയ കരച്ചിലോ എന്തോ കേട്ടു എന്നൊക്കെ പറഞ്ഞു. അത് പറയാൻ അങ്ങനെ പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾക്ക് അപ്പുറം ലൈറ്റ് ഇട്ട് കിടക്കണേ കുറേ നേരം. പിന്നെ കരിഞ്ഞ് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് കരിഞ്ഞ്. അപ്പൊ പിന്നെ ലൈറ്റ് ഇട്ട് കെടുത്തിയില്ല. പിന്നെ വാതിൽ കിട്ടാന്ന് പറഞ്ഞ് തുറക്കുന്നത് വാതിൽ അച്ഛനിടയ്ക്ക് വരുന്നതല്ലേ. അപ്പൊ ഞാൻ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല, അമർത്തി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വാതിൽ പെട്ടെന്ന് തുറക്കുന്ന കേട്ടപ്പോ എന്റെ അച്ഛൻ മിണ്ടാതെ എങ്ങനെ വരുന്നേ, എന്താ ഒന്നും ചോദിക്കാത്തത് എന്നോട്, എങ്ങനെയാണ് മകനുണ്ടെന്ന് എന്താ ചോദിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോ ഞാൻ കണ്ണ് തുറന്നു നോക്കി പെട്ടെന്ന്. അപ്പോഴൊക്കെ എന്താ ചെയ്യുക, അനിയത്തി എന്തോ സ്വപ്നം കണ്ടിട്ട് അനിയത്തി കരച്ചിലും തുടങ്ങി. അപ്പോഴാ ആ സമയത്ത് ഇത് കള്ളനാണ്, അച്ഛനല്ല വന്നത്. നോക്കുമ്പോ പെട്ടെന്ന്
കാല് എനിക്ക് ശബ്ദമില്ലാതെ കാല് ഇങ്ങനെ പൊന്തിച്ച് ചവിട്ട 4-5 ആള് റൂമിൽ കിടക്കില്ലേ. അതെന്താ വെച്ചാ ഞാനുണ്ടെന്ന്, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ രാജചേച്ചിണ്ട്, രാജചേച്ചിണ്ട്, പിന്നെ അമ്മയുടെ ചിറ്റശ്ശിയുടെ മോള് വാസന്തി ഉണ്ട്. അപ്പൊ ഒരു 5-6 ആള്, അമ്മാന് 6-7 ആളുണ്ട് ആ റൂമില്. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാല് ഒരു കാലെടുത്ത് വെക്കാൻ, അപ്പൊ ഒരാളെ ചവിട്ടുമ്പോ അവരറിയില്ല. അതെ, അങ്ങനെ കുഞ്ഞുത്തശ്ശി ഉണർന്നതാ. കുഞ്ഞുത്തശ്ശി സ്വപ്നം കണ്ടു. കണ്ടിട്ടുണ്ടോ? ഞാനെന്തായിരുന്നു, ഞാന് പെട്ടെന്ന് ശബ്ദം, കാലിന്റെ ശബ്ദം കേട്ടപ്പോ കണ്ണു തുറന്നു നോക്കി. അപ്പൊ നോക്കുമ്പോ അങ്ങനെ കാവി മുണ്ടില്ലേ, കാവി മുണ്ടുകൊണ്ട് കോണകം പോലെ കൊടുത്തു. എന്റെ കാലിലൊക്കെ കുറെ എണ്ണയൊക്കെ തേച്ച് നല്ല ആർക്കും പിടിക്കാൻ വേണ്ടിട്ട് മുടി. ഞാനില്ല, അത് കണ്ടോടുകൂടി എനിക്ക് ശബ്ദം ഞാൻ പിന്നെ അനിയത്തിയോട് പറഞ്ഞു ആനി കട്ടിന്റെ മാല പൊട്ടിച്ചു. നോക്കുമ്പോ കഴുത്തില് മാലയില്ല, പൊട്ടിച്ചതൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒതുക്കി ശബ്ദം വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ പിന്നെ കൊറേ കഴിഞ്ഞ് നോക്കുമ്പോ പിറ്റേ ദിവസം ആൾക്കാർ വന്ന് പറയണു കൊറേ പെട്ടികള് അവരെന്താ ചെയ്തെച്ചാല് മുത്തശ്ശൻ അച്ഛൻ പെട്ടിയൊക്കെ മുകളിലുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ പിന്നെ എന്താ വെച്ചാൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലാബ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കൊറേ പൈസയൊക്കെ പാസ്സായി. അങ്ങനെ എന്താ വെച്ചാ എന്റെ ഏട്ടൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ ഇതില് ചിലർ കേൾക്കുന്നവർ എന്തെങ്കിലും ഉള്ളവര് ചിലപ്പോ അവിടെ പൈസയൊക്കെ എത്ര ഉണ്ട്, നമുക്ക് കിട്ടിയതായില്ലേ, അങ്ങനെ മുകളിലൊക്കെ തെരഞ്ഞു നോക്കിയതാണോ അതോ എന്തായ നോക്കുമ്പോ മുകളിലത്തെ പെട്ടികൾ മുഴുവനും തോട്ടിൽ ഞങ്ങൾ അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ടൊന്നും കിട്ടാതെ ആയപ്പോഴാണ് ഇവിടെ വന്നിട്ട് മാല പൊട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നത് അന്നേ പെട്ടികളൊക്കെ തോട്ടിലൊക്കെ തെരഞ്ഞിട്ടാണ് അതിനൊന്നും കിട്ടാഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. എന്താ ചെയ്തറാന്ന് അങ്ങനെ വെള്ളമില്ല. എന്നിട്ട് അട്ടിക്കല്ലോണ്ട് ആളുകൾ പറഞ്ഞു ഇതാ പെട്ടികളൊക്കെ ഇതാ ഇല്ലത്ത് കള്ളം കടന്നിട്ടുള്ള പെട്ടിയൊക്കെ കണ്ടിട്ടോ അവിടെ തോട്ടിൽ കിടക്കണു പറഞ്ഞു. എന്നിട്ട് ഞങ്ങളൊക്കെ പോയി നോക്കുമ്പോ പെട്ടികൾ പൊട്ടിച്ച് ആരെയും ചെന്നിട്ടുണ്ടെങ്കിൽ എറിയാൻ വേണ്ടി അങ്ങനെയുണ്ട്. പിന്നെ അട്ടിക്കല്ലോണ്ടൊക്കെ പെട്ടിയൊക്കെ കുത്തി പൊട്ടിക്കും തോട്ടിലൊന്നും വെള്ളമില്ല, പോവാനും സൗകര്യം, ഓടാനൊക്കെ സൗകര്യം. അങ്ങനെയൊക്കെ ഉണ്ടായത്. അങ്ങനെയൊക്കെ പറയാതിരിക്കാൻ വയ്യോട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോഴേക്ക് വാതില് മുട്ടിട്ട് മാല പോയതന്നെ, മാല പൊട്ടിച്ചു തന്നെ വ്യത്യാസം. പോലീസ് വന്നു അന്വേഷണം ഒക്കെ ചെയ്തു. വീട്ടില് വന്നിട്ടല്ല എങ്ങനെയും ചെയ്യണം. അപ്പൊ എന്തായാലും അവര് അന്വേഷണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇന്നത്തെ കാലൊക്കെ ഒരു CCTV നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കൊറേ പോലീസും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടിയില്ല. ഞാൻ എന്താ അറിയോ, അയ്യോ ഇങ്ങനെയുള്ള അയാളെ രൂപം കണ്ട കളയ്ക്കത് ആലോചിക്കാൻ വയ്യാറുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഭക്ഷണവും കഴിക്കണില്ല. ഞാനെന്നിട്ട് ആ കാര്യം ആരുടെയും വരുമ്പോഴൊക്കെ പറയും, ഞാൻ പറഞ്ഞിട്ട് കരയും. അപ്പൊ ഏട്ടൻ എന്ത് പറയും, നീ ഒന്നും ആരോടൊന്നും പറയണ്ട. പക്ഷെ ഇത് പറയാൻ എനിക്ക് അയാളെ രൂപം പിന്നെയും മനസ്സിൽ നമ്മളെ ബന്ധുക്കളെ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ അപ്പൊ അവരോടൊക്കെ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ എന്നിട്ട് ക്ഷീണിച്ചിരുന്നു, ഭക്ഷണം കഴിക്കാതെ, ഉറക്കൂല, രാത്രി ആക്കി ഇതാ വിചാരം. പിന്നെ നമുക്ക് പേടി എന്താന്ന് വെച്ചാ ഇനിയും വരുമോന്ന് നമുക്കൊരു പേടി തോന്നൂലോ. അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. മറക്കാൻ പറ്റാത്ത സംഭവട്ടോ. അതിന് ശേഷം പണ്ടത്തിന് മോഹേ ഇല്ല. അതെ, പണ്ടന്നെ ഇങ്ങനെ എത്രയും ധൈര്യമുള്ള കള്ളന്മാരുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വാച്ചിരുന്നു മേശപ്പുറത്ത്. അത് കൊണ്ടുപോയോ? അത് പിന്നെ പുറത്തുനിന്ന് ജനലെന്തോ ചെയ്തിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടി ആ വാച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ മുത്തശ്ശി പൊട്ടിച്ചതൊന്നും അറിഞ്ഞില്ല. അല്ല, പിന്നെ അരയില് മുത്തരനാളുണ്ടായിരുന്നു. അപ്പൊ അത് ഇഞ്ചക്ഷനൊക്കെ എടുക്കാനല്ലേ വിചാരിച്ചിട്ട് സൂട്ട് കേസിൽ അന്ന് നമ്പറുള്ള സൂട്ട് കേസ് ഉണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശൻ കൊണ്ടുവന്നത് ആ നമ്പറുള്ള. അപ്പൊ ആ സൂട്ട് കേസിൽ അഴിച്ചു വെച്ചിരുന്നു. പക്ഷെ അത് ആ സൂട്ട് കേസ് അവർ എടുക്കാത്തതുകൊണ്ട് പിന്നെ അരയിലത്തത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, സ്വർണത്തിന്റെ. അതുകൊണ്ട് അത് പോയില്ല. പിന്നെ പണ്ട് എന്നിട്ട് നോക്കി പോലീസൊക്കെ നോക്കി വന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ഒരു പെണ്ണും കൂടെ നമ്മളെ വീട്ടിലുള്ളൊരു ദിവസം ആരെയും വരുന്ന പണി എന്തൊക്കെയോ കൊറേ സംഭവങ്ങൾ. അപ്പൊ ചിലരോടൊക്കെ ഞാൻ കള്ളന്റെ വയ്ക്കുണ്ടായി ഇങ്ങനെ അനുഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് മുത്തശ്ശിയുടെ കാലത്തുള്ള അനുഭവം. നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരിക്കുകയാണെങ്കിൽ കഴിയുന്നതും പകലായാലും രാത്രി ആയാലും വാതിലൊക്കെ പൂട്ടിയിട്ടൊക്കെ നമ്മൾ ഇരിക്കാൻ ഫോണും കാര്യങ്ങളും അടുത്തുള്ള. പക്ഷെ ഇപ്പൊ അടുത്തുള്ളവരെ വിളിച്ചാൽ എല്ലാരും TV ഒറ്റയ്ക്ക് ഉള്ളവരാകും. അപ്പൊ നമ്മൾ അറിഞ്ഞോളന്നില്ല. നമ്മൾ വേഗം അങ്ങനെ പോലീസ് അങ്ങനെ എന്തെങ്കിലും വിവരം കൊടുക്കുക പതിയെ നല്ലത്. ആരെ പെട്ടെന്ന് ഫോണില് വിളിക്കാം. അന്നൊന്നും പിന്നെ അതൊന്നും ഇല്ല, വിളിക്കേണ്ട സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. 40 വർഷം മുമ്പത്തെ സംഭവമാണല്ലോ.
അപ്പൊ അങ്ങനെ ഒരു അനുഭവം അന്ന് ഉണ്ടായി. ലാൻഡ് ഫോണല്ലേ പണ്ടൊക്കെ ആദ്യമുള്ളത്. പക്ഷെ അന്ന് ലാൻഡ് ഫോൺ ഇല്ല. അല്ല അവിടെ ലാൻഡ് ഫോൺ ലാൻഡ് ഫോണും പിന്നെ വീട് വെച്ചതിന്റെ ആ അതെ അതെ. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ തുന്നലിന് പോയ സമയത്ത് ഇപ്പൊ അവിടെ ഈ വീടല്ല, നമ്മളപ്പുറത്ത് താമസിക്കുമ്പോ ഒരു 21 വർഷം മുമ്പുള്ള സംഭവമാണ്. ഞാൻ തുന്നൽ പഠിക്കാൻ വേണ്ടി അങ്ങാടിപ്പുറം തളിയിൽ അമ്പലത്തിന്റെ മേലെ കേറിയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ടീച്ചറടുത്ത് തുന്നൽ പഠിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാനും പിന്നെ നമ്മളിപ്പോ എന്താ പറയാ ജാംജൂമിൽ പോകുമ്പോ അവിടെ ചേച്ചിയെ കാണാറുണ്ട്. ആ ചേച്ചിയും കൂടെ ഒന്നിച്ചായിരുന്നു പോകുന്നത്. പക്ഷെ അന്ന് ഒരു 2 ദിവസം ആ ചേച്ചി കൂടെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാ പോയത്. ഉച്ച സമയമാണ്, ഒരു 1-1:30 ആ സമയത്താണ്. 1 മണിയൊക്കെ ആകുമ്പോഴാണ് പോവുക. അത് കഴിഞ്ഞ് ഒരു 2-2:30 1 മണിക്കൂറേ ഉള്ളൂ തുന്നൽ. എന്നിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അതെന്താന്ന് വെച്ചാല് സ്കൂട്ടറിൽ അവരെന്നും നമ്മളെ നോക്കി ശ്രദ്ധിക്കണ്ടാവും. പക്ഷെ നമുക്കറിയില്ലല്ലോ, നമ്മളിപ്പോ ചുറ്റും നോക്കില്ലല്ലോ ആരൊക്കെ നമ്മളെ ശ്രദ്ധിക്കണ എന്താ ഏതാന്നൊന്നും. പിന്നെ ഒറ്റയ്ക്കാകുമ്പോ നമ്മൾ എവിടെ ശ്രദ്ധിക്കില്ല, വേഗം വീട്ടിലെത്തണം എന്നുള്ളതിലല്ലേ നമ്മൾ നടന്നു വരിക. അന്നൊക്കെ നടന്നിട്ടാട്ടോ വരുന്നത്. അന്ന് ഓട്ടോ അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും കയറലൊന്നുമില്ല, നടന്നു പോയി വരിക. അങ്ങനെയാണ്. എന്നിട്ട് വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിൻ്റെ ഇപ്പോൾ 2 ആണുങ്ങളാണ്. അപ്പോൾ എനിക്കിങ്ങനെ സംശയം തോന്നി, എന്താ ഇവരിങ്ങനെ ശ്രദ്ധിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളപ്പോൾ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കി. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അവര് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ ശരിക്കും നോക്കാൻ പാടില്ല, നമ്മളൊന്നും കൂടി നോക്കും. അപ്പൊ എന്താ ഇവര് ഒന്നും കൂടെ സ്പീഡ് കൂട്ടി. അപ്പൊ ഞാൻ ഒന്നും കൂടെ സ്പീഡ് കൂട്ടി ഞാൻ നടന്നു. അപ്പൊ അതിനനുസരിച്ച് വീണ്ടും സ്കൂട്ടർ സ്പീഡ്. അപ്പൊ ആകെ പേടി കേട്ടോ. എന്നിട്ട് ഞാൻ അന്നും ഈ തടി ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാന്നു കുട്ടൂനെ ഈ ഒരു സംഭവം വന്നത്. അതെ. അപ്പൊ അന്നപ്പോ കുട്ടുണ്ടേ. അപ്പൊ കുട്ടുള്ള സമയത്ത് തന്നെയാണ്. കുട്ടൂനെ പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 അങ്ങനെ വയസ്സൊക്കെ ആയപ്പോഴാണ് പോകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ശരിയെല്ലാം തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ആ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട്. തിരുമാതാംകുന്ന് അമ്പലത്തിന്റെ കിഴക്കേ നടയല്ല, പടിഞ്ഞാറേ നടയുടെ കിഴക്കേ നടക്കൂടെ അവിടെ അങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പൊ വരുന്ന സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഓടി. അപ്പൊ ഇവര് സ്പീഡ് കൂട്ടിയപ്പോ എനിക്ക് ആകെ പേടി. എന്നുവെച്ചാൽ വീടുകളൊക്കെ ഉണ്ട് അടുത്ത്, പക്ഷെ അപ്പുറമൊക്കെ വീട്. പക്ഷെ എല്ലാവരും ഉച്ച സമയമല്ലേ. അപ്പൊ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ചിലവരൊക്കെ ഉറങ്ങൂല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉറങ്ങണ സമയത്താവുകൊണ്ട് ആരും പിന്നെ നമുക്ക് ഈ മുത്തശ്ശി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആരും വിളിക്കാനും ഉള്ളതോ ഒന്നും ധൈര്യമൊന്നുമില്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് വന്നാലും വേണ്ടില്ല വെച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്ട് ഓടി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പശുവിന്റെ തൊഴുത്തിൽ, ഒരു വീട്ടിലെ പശുവിന്റെ തൊഴുത്തിൽ പോയേണ്ടിയിരുന്നു. അത് നമ്മളെ ഹരിത ഇല്ല അമ്മൂന്റെ ഒപ്പം പഠിച്ചിരുന്നേ, ഹരിതേന്റെ വീട്ടിൽ. ഇപ്പൊ ഹരിത ഇവിടെ ഇല്ല. ഹരിതേന്റെ വീടിന്റെ തൊഴുത്തിൽ പോയിട്ടാണ് ഞാൻ ഇരുന്നത്. അവരവിടെ മാത്രം ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ധൈര്യം വെച്ചിട്ട് അവിടെ പോയിരുന്നു. അപ്പൊ നോക്കുമ്പോൾ പശു മുന്നിലെ ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവരെ പേടിച്ചിട്ട് ഞാൻ അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ മേങ്ങനെ നോക്കുമ്പോ അയ്യോ തൊഴുത്താണല്ലോ ഇത്. വേഗം അവിടെ നിന്ന് നീട്ടു. ഇനി പശു കുത്തിയാത് നമുക്ക് പേടിയല്ലേ. എന്നിട്ട് നോക്കി. പിന്നെ സ്കൂട്ടറിന് അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞു. പക്ഷെ സ്കൂട്ടറിലായിരുന്നു 2 ആളുകള്. അപ്പൊ അവർക്ക് പിന്നെ മനസ്സിലായി, ഇനിയിപ്പോ എന്തായാലും മാല പൊട്ടിക്കാനുള്ള കുട്ടിക്ക് സംഭവം മനസ്സിലായി എന്ന് അവർക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ തിരിച്ചു പോയി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ വേഗം അവർക്ക് മനസ്സിലായി ആരും അങ്ങോട്ട് ഓടണം. അവര് വീട്ടിൽ അവർ കണ്ട പോലെ തോന്നിത്തറ തൊഴുത്തിന്റെ അങ്ങോട്ട്. എന്നിട്ട് അവര് വന്നു കഴിഞ്ഞിട്ട് എന്തേ കുട്ടി നമ്മളൊക്കെ അറിയണവരാണല്ലോ. അമ്മയുടെ ഏട്ടനെയൊക്കെ നല്ല അറിയാം. അന്നൊക്കെ അമ്മ തിരുമാന്താംകുന്നിലുള്ള സമയമാണ്, ജോലിയിലുള്ള സമയം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോൾ ചോദിച്ചു എന്നാ വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു എന്നാ പോയിക്കോളൂ, വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടേക്കാം. അപ്പം ഞാൻ പറയാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ആരെങ്കിലും വിളിച്ചോളൂ. അപ്പം എനിക്ക് ഫോൺ ഒന്നും ഓർമ്മയില്ല. അന്ന് ലാൻഡ് ഫോണാണേ. ഫോൺ നമ്പർ ഒന്നും ശരിക്കും സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. പേടിച്ചിട്ട് അപ്പോൾ തെറ്റിയിട്ട് പറഞ്ഞു നമ്പർ. എന്നിട്ട് അവര് അയ്യോ ആ നമ്പറല്ലല്ലോ. അമ്മ അയ്യോക്കെ ഓർമ്മയില്ല കേട്ടോ പറഞ്ഞു. പിന്നെ അവരെങ്ങനെയോ വിവരം പറഞ്ഞിട്ട് ഇവിടുന്ന് അച്ഛൻ വന്നിട്ടാണ് ഞാൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന്, ആ തൊഴുത്തുനിന്നും ആ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്ന്. പക്ഷെ ഇപ്പൊക്കെ അത് ആലോചിക്കുമ്പോഴേക്കും നമ്മളിവിടെ പണിക്കാർ വന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ബെല്ലടിച്ച ആ സൗണ്ടാണ്. മുത്തശ്ശി മടാൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ എന്നാലും മുത്തശ്ശി നല്ല ഭാഗ്യമുണ്ട്, ഒരു കള്ളനെ നേരത്തെ കാണാൻ പറ്റിയല്ലോ. ഞാനും കണ്ടുട്ടോ. അല്ല ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഞങ്ങള്. മുത്തശ്ശി കരഞ്ഞോടുകൂടി ഞാനും ഉണർന്നു. ഞാനും കണ്ടു. അപ്പഴാ മുത്തശ്ശി പറഞ്ഞ പോലെ ആ രൂപം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. എത്ര വർഷം മുന്നുണ്ടായ സംഭവം, പക്ഷെ എന്നാലും നമുക്ക് ഇന്നും നമ്മളെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാലയുടെ കേസ് അങ്ങനെയായിട്ട് അച്ഛൻ അവിടുന്ന് വന്നു. എന്നിട്ട് അച്ഛൻ കൂട്ടി കൊണ്ടുവരിക ചെയ്ത് തന്നെ. അങ്ങനെ ഒരു സംഭവം. പൂമുഖത്തെ വാതില് എന്തൊക്കെയോ ചെയ്തിട്ട് അന്ന്
അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അച്ഛനാണ് പൂമത്തി എടുത്തില്ലേ, അച്ഛനാ അറിഞ്ഞിട്ടില്ല. ചിലര് മല മയക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയില്ല. പണ്ടൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞേക്കാലോ. അതെ, പിന്നെ 12 മണി 2-2:30 12 മണി 2-2:30 അപ്പൊ ഉണ്ടായി. അപ്പൊ ആ ഉറങ്ങുന്ന സമയത്ത് അത്രയും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാളല്ലേ 12 മണി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാളോണ് അച്ഛൻ. അപ്പൊ പിന്നെ ആദ്യം വന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അച്ഛനൊന്നും മയങ്ങിണ്ടാവും, സമയല്ലേ ഇപ്പൊ. അതൊക്കെ പുറത്തുനിന്നെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും. നമ്മളിപ്പോ ആരെന്ത് വരികയാണ് എല്ലാ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കള്ളന്മാരെ കാര്യമൊക്കെ മുത്തശ്ശിക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ എല്ലാരും നല്ലോണം ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക. ഇന്നുണ്ട് കള്ളം. അതെ, ജാഗ്രത പുലർത്തുക. തിരക്കുള്ള സമയമാണ് പറയണേ കേൾക്കാണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരിക്കുക. അതെ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നാലും നമ്മള് എന്താ പറയാ, വാതില് ഒരാള് പുറത്തെപ്പോഴും ഉണ്ടാവണം. നമ്മളിപ്പോ വാതില് തുറന്നിട്ടിട്ട് പെട്ടെന്ന് അവര് വല്ല വെള്ളം ചോദിക്കാനോ എന്തിനേലൊക്കെ വരുമ്പോ നമ്മളൊപ്പം പോരും. പക്ഷെ ആ സമയത്ത് വീട്ടില് കേറി അവര് വാല് കുറ്റിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സ്വർണ്ണോ കാര്യങ്ങളോ പൈസ ഒക്കെ എടുത്തുകൊണ്ടായാലും നമ്മൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കേട്ട് കേൾവിയിട്ടുണ്ടെങ്കിലോ ഒക്കെ പറയാ. നമുക്കും അറിഞ്ഞിരിക്കാലോ. നല്ല ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? ശരി, എന്നാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.